Hello guys, welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. ഇന്ന് ഞാനപ്പോൾ എൻ്റെ വീട്ടിലാണ് ചേർത്തലയിൽ. ഞാൻ 2 ദിവസം ഇവിടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റും പിന്നെ മധുരവെപ്പും അതൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നതാണ്. ഇന്ന് എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും 30th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതുകൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നാളെ പോകാനാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം 30th വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് അപ്പച്ചൻ എത്തിയിട്ടുണ്ട്. എൻ്റെ പപ്പയുടെ അളിയനാണല്ലേ, അളിയനല്ലേ, ചേട്ടൻ, ഐ മീൻ അനിയനെന്നൊക്കെ. എൻ്റെ മമ്മിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, പക്ഷേ എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഇവരിങ്ങനെ ഭയങ്കര ദോസ്താണ്. അപ്പം വെഡിങ് ആനിവേഴ്സറി പറഞ്ഞപ്പോഴേ സർപ്രൈസ് ആയിട്ട് രാവിലെ അപ്പച്ചൻ വന്നിട്ടുണ്ട്. ഹായ് പറയാം എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പച്ചൻ ഇവിടെ നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് അപ്പച്ചനല്ലേ, ഇത് നമ്മുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പപ്പ കുളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് റെഡി ആയിരിക്കുക. മുടി കണ്ടാൽ കുളിച്ചെന്ന് തോന്നില്ലെങ്കിൽ ഞാൻ മേല് കഴുകി. ഓക്കെ, മേല് കഴുകി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മിനിയാൻറ്റി വരും. മിനിയാൻറ്റി വന്നിട്ട് പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മൾ വൈകിട്ടാണ് കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും മിനിയാൻറ്റി വന്ന് പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക ഞാനും അപ്പച്ചനും കൂടെ റെഡിയാക്കാൻ പോവാണ്, പൊളിക്കാൻ പോവാണ്. ഐ ലവ് ചക്ക. അപ്പോൾ ഇതാ നമ്മൾ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിയാൻറ്റിയാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്. എനിക്ക് പായസം അത്ര അടിപൊളിയായിട്ട് വെക്കാൻ അറിയത്തില്ല. മിനിയാൻറ്റി ഫുൾ എന്നെ ഇളക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ പരിപ്പ് പായസം ഇന്ന് വെക്കുന്നത്. ഇത് അടിയിൽ പിടിക്കരുത് എന്നാണ് പറയുന്നത്. ഇതാ പുറകിൽ അപ്പച്ചൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. ഹായ് അപ്പച്ച. അപ്പച്ചൻ ഹെൽപ്പിങ്ങിനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് റെഡി ആക്കണം. മിനിയാൻറ്റിനെ കണ്ടില്ലല്ലോ. ഹായ് പറ. ഹായ്. പായസം വെച്ചോണ്ടിരിക്കുകയാണ്. എപ്പോ റെഡിയാവും മിനിയാൻറ്റി? അരമണിക്കൂറിനുള്ളിൽ എല്ലാ സംഭവം ഓക്കെ ആക്കി തരാം. എന്നിട്ടാണ് എനിക്ക് പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. പായസം ഇളക്കാൻ എന്നെ ഏൽപ്പിച്ചു. പായസത്തിൽ നല്ല മണം വരുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് ആ മണം വരാൻ തുടങ്ങിയത്. ഇതിന്റെ നല്ല സ്മെല്ലുണ്ടല്ലോ. ഇളക്കുന്നുണ്ട്. എന്ത് ചെയ്തിടണം? ഇനിയിപ്പോ എള്ളും കൂടെ നമ്മൾ ഇടണം. അങ്ങനെയാ നമ്മുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ പരിപ്പ് പായസത്തിന്റെ ക്രെഡിറ്റ് മിനിയാൻറ്റിക്കാണ്. മിനിയാൻറ്റിയാണ് പായസം വെച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുന്നില്ല. എല്ലാം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരും ഇനി. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളിപ്പം, എനിക്കതായിരുന്നു ഇഷ്ടം, പക്ഷെ അതിനു വേണ്ടി ചടങ്ങ്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. എന്താ ഇതുണ്ടോ, ഈ പുകയൊക്കെ വരുന്നുണ്ടോ? അതിൻ്റെ കൂടെ എനിക്ക് ആ സ്മെല്ലും അടിക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചൊരു അടിപൊളിയായിട്ടുണ്ട്. കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. കുടിച്ചിട്ട് പറ. സൂപ്പറാണോ? സൂപ്പർ. ഓക്കെ. പറഞ്ഞു രാവിലെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ചക്ക എന്താ പറ്റിയെന്ന് പറഞ്ഞാ അത്ര പഴുത്ത ചക്ക ആയില്ല. ഭയങ്കര പച്ച ചക്കയല്ല. പക്ഷെ മധുരമുണ്ട്. പക്ഷെ എന്താ കളറില്ല ചക്കയ്ക്ക്. അതല്ലേ മിനിയാൻറ്റി? കണ്ടോ, ഒരു വികാരമില്ലാത്ത ചക്ക. വെൽക്കം. ഇവിടെ ഇരിക്കി. എന്നാ ഉണ്ട് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? ജോക്കുട്ടനാണോ വിളിക്കുന്നത്? എന്നാ ഉണ്ട് ജോ വിശേഷം? സുഖാണോ? എങ്ങനെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നീ 1 വേർഡിലാണ് ആൻസർ തരുന്നേ. ട്യൂഷൻ ഉണ്ടോ ഇനി? എന്നാ അത് കഴിഞ്ഞിട്ട് ഓടി വാ. എന്നാ പോയപ്പോ നമ്മുടെ ആക്സിന്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. ഇത് കോട്ടയം സ്പെഷ്യൽ ആണോ? സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. നമ്മുടെ സ്പെഷ്യൽ മസാല കൂട്ടെല്ലാം ഇട്ട് തയ്യാറാക്കിയതാണ്.
ഇവിടെ എനിക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനവിടുത്തെ പുറത്ത് പോയി വാങ്ങിച്ചിട്ട് ഇവിടെ അടുത്തൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയി എന്തായാലും കുറച്ച് സാധനം മതി. ബിക്കോസ് നമ്മളത്ര വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഡെക്കോറൊക്കെ വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു ചെറിയ ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഓർത്തു. എന്തായാലും പോയി വാങ്ങിയിട്ട് വരാം. ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സ്കൂട്ടി ഓടിക്കാൻ പോകുന്നത്. ഹെൽമെറ്റ് എൻ്റെ ഇവിടെ ഇരിപ്പില്ല. ലെറ്റ് മീ ചെക്ക്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഓക്കെ, അവിടെ ചെന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ബലൂൺസും പിന്നെ പോപ്പറൊന്നും വാങ്ങുന്നില്ല. ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. കേർട്ടൻസ് ഒക്കെ വേണം. കേർട്ടൻസ്, ബലൂൺസ്. സൈസ് വരുന്നതേ 6 നീളവും 3 വീതിയാണ്. ചെറുത് സൈസ് എന്ന് പറയുമ്പോൾ ഇത് വീതി ഇത്ര ഉണ്ടാവും. അത് മതി. മതിയല്ല, 6 നീളം മതി. എല്ലാം വാങ്ങിയിട്ട് നമുക്ക് നോക്കാം. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം എനിക്ക് വഴി കിടന്ന് ജോക്കൂട്ടനെ കിട്ടി. ജോക്കൂട്ടനെ ഞാനിങ്ങോട്ട് അടിച്ചുകൊണ്ട് പോകുന്നു. ബിക്കോസ് ജോക്കൂട്ടൻ വഴിയിൽ സൈക്കിൾ ഒട്ടി കളിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ ആളില്ല, മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് കൊണ്ടുവന്നു. എന്നാ ജോക്കൂട്ടിനെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഹായ്. ഓക്കെ, നമുക്കിനി അവിടുത്തെ ചിക്കൻ ഫ്രൈ ഒക്കെ എന്തായെന്ന് പോയി കാണാം. ജോക്കൂട്ട് അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ട്. എടാ ഇതൊന്ന് ഊരി തരാമോ? ഇതെങ്ങനെയാണ്? നീ ഇത് പിടിക്ക്. ഈ ഫോൺ ഇങ്ങനെ പിടിച്ചേ. ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതിൽ നോക്കി ചെയ്യാം. ഉണ്ണിച്ചേട്ടൻ്റെ ആണിത്. ഉണ്ണിച്ചേട്ടൻ്റെ ആണിത്. ഉണ്ണിയുടെ ആണോ? ആ, ഉണ്ണിച്ചേട്ടനെ തുറക്കാറി. ഇതെന്തോടെ? ഏറ്റവും വലിയ കോമഡി ഇങ്ങനെ ഒരു അയ്യോ എന്നെ കണ്ടോ ഭ്രാന്തീനെ പോലെ. കിച്ചണിൽ വന്ന് ചിക്കൻ ഫ്രൈ നോക്കാൻ വന്നേ. ഓ മൈ ഗോഡ്, ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കണം ചോ. എന്നിട്ട് നീ പറയാണ് എൻ്റെ അടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞങ്ങളുണ്ടല്ലോ, ഞാനും ജോക്കുട്ടനും കൂടി ഇവിടെ ഫുള്ളത് എന്താ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ഒന്ന് റെഡി ആവാൻ. ഇന്ന് മമ്മി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. മമ്മി അവിടെ അല്ലേ, ഇവരുടെ വീഡിയോ കോളിലാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. 30th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ മമ്മിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഡെക്കറേഷൻ ഞാൻ വെച്ചേനെ. പക്ഷേ കുഞ്ഞപ്പിയ അല്ലെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനിരുന്നത് 30th വെഡിങ് ആനിവേഴ്സറി. ഈ മമ്മി എപ്പോൾ ലീവിന് വരുന്നു അപ്പോൾ നമ്മൾ വലുതായിട്ട് അന്നത്തെ അപ്പോൾ ഉള്ള വെഡിങ് ആനിവേഴ്സറി നമ്മൾ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പം പപ്പ മാത്രം മമ്മി വീഡിയോ കോളിലായിരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് അല്ലേ ജോക്കുട്ട? 25th നമ്മുടെ ജോക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ അടുത്ത ഡെക്കറേഷൻ അല്ലേ ജോക്കുട്ട? ആക്ച്വലി ഇവിടെ സമയം പോയി, എന്നാലും നമ്മള് ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കിത് കെട്ടാനാവില്ല. തപ്പച്ചന് എന്റെ ഈ നെയിൽസ് ഉള്ളതുകൊണ്ട് എനിക്ക് കെട്ടാൻ പറ്റുന്നില്ല. എന്റെ ട്രൈപോഡ് പൊട്ടിയോണ്ട് ഇപ്പൊ ജോക്കുട്ടിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നു. ഓക്കെ, വീട്ടില് ഇതാ ഇങ്ങനെ കുറച്ച് ഫോട്ടോ കോർണർ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫേവറേറ്റ് ഫോട്ടോസ് എല്ലാം അതിനിടയ്ക്ക് ജോക്കുട്ടിനും ഉണ്ട്. ഇതാണ് ഫേവറേറ്റ്, എനിക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു കോർണറാണ് ഇത്. അത് നമ്മുടെ ഡൈനിങ് ഹാളിലാണ് വരുന്നത്. ഇതിൽ ഫുള്ള് എൻ്റെ ഫോട്ടോ. അല്ല, മമ്മിയുണ്ട്, ഉണ്ണിയുണ്ട്, ഇടയ്ക്ക് ഇരിക്കുന്നതാണ് എൻ്റെ പപ്പയുടെ അമ്മ. ഇതെൻ്റെ മമ്മിയുടെ അമ്മ. ഇത് എൻ്റെ ഈ അമ്മൂമ്മയുടെ അമ്മ ഒറോമ. ഇത് ഒറോമ. ഇവർ രണ്ടുപേരും റോസമ്മയാണ്. ഇത് വീട്ടിൽ വിളിക്കുന്ന ഒറോമ. ഈ അമ്മമ്മേനെ വീട്ടിൽ വിളിക്കുന്ന അച്ചമ്മ. ഈ അമ്മമ്മേനെ വീട്ടിൽ വിളിക്കുന്ന ത്രേസ്യ കുട്ടി ആൻഡ് ത്രേസ്യ അമ്മ വർഗീസ്. ഹലോ. അപ്പൊ ഇത് നമ്മുടെ ഒരു ചെറിയ ഡെക്കറേഷൻ ആണ്. ഞാനും ജോക്കുട്ടിനും കൂടെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാ. ചെറുത് മാത്രം. നമ്മുടെ ഗസ്റ്റ് ആണ് അത് ജോക്കുട്ടൻ, മിനി ആന്റി, റാണി ആന്റി എല്ലാരും എത്തിയിട്ടുണ്ട്. കൂടെ അപ്പച്ചനും
അപ്പച്ചൻ പിന്നെ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്. ഇനി ജോഷ്യങ്ങളും ജിമ്മങ്ങളും കൂടെ വരാനുണ്ട്. പിന്നെ പപ്പയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ഹായ് പറ, നിങ്ങൾക്ക് എന്താ സ്റ്റാച്ചു പോലെ ഇരിക്കും. ഇതൊക്കെ കല്യാണത്തിന്റെ വീഡിയോ കാണുവാണായിരുന്നു. എന്തുവാ ചോക്കൂട്ടൻ എടുക്കണില്ല, നെറ്റ് ഓഫ് ചെയ്ത് സമയം. അല്ല നീ എന്ത് വായിക്കുന്നു? അവൻ ഉത്തരം പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യൻ ഈ മൂവരിൽ ആരെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ കേക്ക്. ഇതാണ് ഞാനിത് നമ്മുടെ എപ്പോഴും ഓർഡർ ചെയ്യുന്ന കടയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ലേഹം കേക്ക്സ് ചേർത്തിലുള്ളത് ബെസ്റ്റ് കേക്കാണ്, അടിപൊളി കേക്കാണ്. ഇന്ന് റെഡ് വെൽവെറ്റ് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അശ്വിൻ വിഘ്നേഷ് ഇവിടെ ഉണ്ട്. ആരുടെ ബർത്ത്ഡേ അല്ല, ഹാപ്പി ആനിവേഴ്സറി ആണ്. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതേപോലെ മുന്നോട്ട് പോട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നന്ദി. ഇനി പപ്പ 2 വാക്ക്. സന്തോഷം. എല്ലാ കാര്യത്തിലും കൂട്ടുനിന്ന എന്റെ ഭാര്യയെ കർത്താവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മകൾക്കില്ലേ മക്കളുണ്ട്. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് ആദ്യമായിട്ട് എന്റെ ഭാര്യയ്ക്ക് ഞാൻ കേക്ക് നൽകി 30 വർഷത്തെ ജീവിതത്തിൽ സന്തോഷം പകർന്ന എന്റെ വ്യക്തിയാണ്. അശ്വിനാണ് കൊടുക്കുന്നത്. സന്തോഷവും ജെറി